കാർഷിക വാർത്തകൾ. സംസ്ഥാനത്ത് തുടരുന്ന പ്രതികൂല കാലാവസ്ഥ കണക്കിലെടുത്ത് കൃഷി വകുപ്പ് അടിയന്തര നടപടികൾ ശക്തമാക്കി. വിളനാശം റിപ്പോർട്ട് ചെയ്യാനും സഹായം ലഭ്യമാക്കാനും കൺട്രോൾ റൂമുകൾ സജ്ജമാക്കി. സംസ്ഥാനത്ത് തുടരുന്ന മഴയെയും പ്രതികൂല കാലാവസ്ഥയെയും തുടർന്നുണ്ടാകുന്ന കാർഷിക വിളനാശങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിലും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി കൃഷിവകുപ്പ് എല്ലാ ജില്ലകളിലും കൺട്രോൾ റൂമുകൾ തുറന്നു. മഴക്കെടുതി മൂലമുണ്ടാകുന്ന കൃഷിനാശം സംബന്ധിച്ച വിവരങ്ങൾ കർഷകർക്ക് അതത് ജില്ലകളിലെ കൺട്രോൾ റൂമുകളിൽ അറിയിക്കാം. പ്രകൃതിക്ഷോഭവുമായി ബന്ധപ്പെട്ട അടിയന്തര സഹായങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും ആവശ്യമായ സാങ്കേതിക നിർദ്ദേശങ്ങൾ നൽകുന്നതിനും കൺട്രോൾ റൂമുകൾ പ്രവർത്തിക്കും. കൃഷിനാശത്തിന് ധനസഹായം ലഭിക്കുന്നതിനായി കർഷകർക്ക് കൃഷി വകുപ്പിന്റെ AIMS പോർട്ടൽ മുഖേന ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. ഇതിനായി www.aims.kerala.gov.in ലോഗിൻ ചെയ്ത് കൃഷിഭൂമിയുടെയും നാശനഷ്ടം സംഭവിച്ച വിളകളുടെയും വിവരങ്ങൾ രേഖപ്പെടുത്തി ബന്ധപ്പെട്ട കൃഷിഭവനിലേക്ക് അപേക്ഷ നൽകണം. കൂടുതൽ വിവരങ്ങൾക്ക് www.aims.kerala.gov.in, www.keralaagriculture.gov.in വെബ്സൈറ്റുകൾ സന്ദർശിക്കുകയോ ബന്ധപ്പെട്ട ജില്ലാതല കൺട്രോൾ റൂമുകളിൽ ബന്ധപ്പെടുകയോ ചെയ്യണമെന്ന് കൃഷി ഡയറക്ടറേറ്റ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാലവർഷം ശക്തി പ്രാപിച്ചതോടെ ഖാരിഫ് കൃഷി പ്രവർത്തനങ്ങൾ സജീവമാകുന്നു. രാജ്യത്ത് വളങ്ങളുടെ ആവശ്യകതയിലും വീണ്ടും വർധനവ് രേഖപ്പെടുത്തി. ഖാരിഫ് വിതയ്ക്കൽ പുരോഗതി നേടിയതോടെ രാജ്യത്ത് വളം വിപണിയിൽ ഉണർവ്. മഴയുടെ തിരിച്ചുവരവും കൃഷിമേഖലയിലെ വർദ്ധിച്ച പ്രവർത്തനങ്ങളും വളങ്ങളുടെ ആവശ്യകത ഉയർത്തിയതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഇതിൽ യൂറിയയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ്. നെല്ല്, ചോളം തുടങ്ങിയ പ്രധാന ഖാരിഫ് വിളകൾക്ക് വ്യാപകമായി ഉപയോഗിക്കുന്നതിനാൽ യൂറിയയുടെ വിൽപ്പന തുടർച്ചയായി ഉയർന്ന നിലയിലാണ്. DAP, NPK തുടങ്ങിയ മറ്റു വളങ്ങൾക്കും ആവശ്യകത നിലനിൽക്കുന്നുണ്ട്. രാജ്യത്ത് വളം ലഭ്യത ഉറപ്പാക്കാൻ ആഭ്യന്തര ഉൽപ്പാദനത്തിനൊപ്പം ഇറക്കുമതിയിലൂടെയും സ്റ്റോക്ക് ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. കൃഷി സീസൺ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ വളങ്ങളുടെ ലഭ്യതയും വില നിലവാരവും കർഷകരുടെ ചെലവിനെയും വിള ഉൽപ്പാദനത്തെയും നേരിട്ട് സ്വാധീനിക്കുന്ന ഘടകങ്ങളായി തുടരും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കൃഷിയുടെ ശേഷിപ്പുകൾ ഇനി സമ്പത്തായി മാറും. കാർഷിക മാലിന്യത്തിൽ നിന്ന് ശുദ്ധ ഊർജം എന്ന ആശയം ഇന്ത്യയിൽ ശക്തമാകുന്നു. ഇന്ത്യയിൽ ഓരോ വർഷവും വലിയ തോതിൽ കാർഷികാവശിഷ്ടങ്ങൾ രൂപപ്പെടുന്നു. ഇതിൽ വലിയൊരു ഭാഗം കത്തിക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യുന്നത് വായു മലിനീകരണത്തിനും പരിസ്ഥിതി പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു. എന്നാൽ ഈ കാർഷിക മാലിന്യങ്ങളെ തന്നെ ഊർജ്ജ സ്രോതസ്സാക്കി മാറ്റാനുള്ള സാധ്യതയാണിപ്പോൾ ഉയരുന്നത്. നെല്ലിൻ തണ്ട്, വൈക്കോൽ, ചെടികളുടെ അവശിഷ്ടങ്ങൾ എന്നിവ ഉപയോഗിച്ച് ബയോമാസ് വൈദ്യുതിയും കംപ്രസ്ഡ് ബയോഗ്യാസും നിർമ്മിക്കാം. കർഷകർക്ക് അധിക വരുമാന മാർഗവും രാജ്യത്തിന് ശുദ്ധമായ ഊർജ്ജ സ്രോതസ്സും ഒരുക്കാൻ ഈ മേഖലയ്ക്ക് കഴിയും. കാർഷിക മാലിന്യത്തെ സമ്പത്താക്കി മാറ്റുന്ന ഈ മാതൃക ഇന്ത്യയുടെ ഹരിത ഊർജ്ജ യാത്രയിൽ നിർണായകമായ പങ്കുവഹിക്കുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.